നമസ്കാരം കൂട്ടുകാരെ, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ആദ്യത്തെ ഫാമിലി വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊരു ഒരു സ്പെഷ്യൽ ഡേ തന്നെ എടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. കാരണം വേറൊന്നുമല്ല, ഇന്ന് മാത്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. മാർച്ച് 22-ാം തീയതിയാണ് മാത്തുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ ഉസ്താദ് ഹോട്ടലിലോട്ട് വന്നേക്കുന്നത് മാർച്ച് 21-നാണ്. 21-ാം തീയതി ഞങ്ങളിപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങളിവിടെ എത്തിയപ്പോൾ. ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ മീനൊക്കെ ഓർഡർ ചെയ്ത്, കാരണം നമ്മൾ ആദ്യം മീനൊക്കെ ഓർഡർ ചെയ്ത് കൊടുക്കണം, സെലക്ട് ചെയ്ത് കൊടുത്താലേ അവർ ഫ്രൈ ചെയ്ത് എടുക്കത്തുള്ളൂ. പിന്നെ അതുപോലെ സീറ്റിങ്ങും അവിടെ ഇച്ചിരി ആൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അവിടെ പറയണം. നമ്മൾ മേളിലാണ്, താഴെ ഇച്ചിരി തിരക്കൊക്കെ ആയതുകൊണ്ട് അവിടെ ഇരിക്കാൻ അത്ര നമ്മളങ്ങനെ കൂടുതലും സെലക്ട് ചെയ്യാറില്ല. മേളിലാണ് നല്ല അടിപൊളി വൈബായിട്ടുള്ളൊരു സ്ഥലമുണ്ട് മേളിൽ. അപ്പോൾ അവിടെ ഇപ്പോൾ ആളിരുന്ന് കഴിക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കും ഉടനെ തന്നെ. അപ്പോൾ ഞങ്ങൾ മേളിലോട്ട് പോകും. അപ്പോൾ ഞങ്ങളത് പുറത്ത് സുലൈമാനെയൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു. ഇതാണ് സംഭവം. അവർ മസാല പുരട്ടിയൊക്കെ എല്ലാം വച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കൊടുത്തായിരുന്നു. ഒരു ഹമൂറും 2 പ്ലേറ്റ് കൊഞ്ചും പിന്നെ 2 പ്ലേറ്റ് നെയ്മീനും പിന്നെ 1 പ്ലേറ്റ് കണവയും ഇതെല്ലാം നമ്മൾ കൊടുത്തായിരുന്നു. താഴത്തെ തിരക്കാട്ടോ ഇത്, താഴെ അവിടെയാണുള്ളത്. അപ്പം ഇവിടെ ഇച്ചിരി കൺജസ്റ്റഡാണ്, ഇത്തിരി തിരക്കുള്ള സ്ഥലമാണ്. പക്ഷെ മേളിലിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബൊക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് മേളിലത്തെ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് മാത്തുവിൻ്റെ ബർത്ത്ഡേയും കൂടി ആയതുകൊണ്ട് അച്ഛൻ്റെ ട്രീറ്റാണിത്. അച്ഛനാണ് ഇന്നത്തെ ട്രീറ്റെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വേറൊരു സർപ്രൈസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞങ്ങളിത് മേളിൽ റെഡിയായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ ചേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിത് മേളിലോട്ട് പോവുകയാണ്. ഞങ്ങൾ വന്നത് ഒരു ടേബിളൊക്കെ സെറ്റാക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ ഇപ്പോൾ അവിടുത്തെ വ്യൂ കണ്ടോ? കാരണം അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞൊരു വേറൊരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കാണുന്ന നമ്മുടെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ് ആ കാണുന്നത്. നമ്മുടെ ഹാർബർ, അവിടുത്തെ പള്ളികൾ, ലൈറ്റ്, അതൊക്കെ വേറൊരു നല്ലൊരു എന്താ പറയുക, അത് അവിടെ പോയി തന്നെ ആസ്വദിക്കേണ്ട ഒരു അറ്റ്മോസ്ഫിയറും ഒരു വൈബൊക്കെയാണ്. അപ്പോൾ ഞങ്ങളത് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ ചേട്ടൻ പ്ലേറ്റ് കൊണ്ടുവച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ മാത്തുവിൻ്റെ വീട് കൊട്ടാരക്കരയാണേ. അപ്പം നമ്മളിവിടെ തിരുവനന്തപുരം അല്ലേ. അപ്പം മാത്തു ഇപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരം വന്നിങ്ങനെ കുറേശ്ശെയൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും ഞങ്ങൾ ഉസ്താദ് ഹോട്ടലിൽ ഇതിന് മുന്നേയും ഒരു 6-7 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് മാത്തുവും ഗൗരിയും ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട്, കാരണം മറ്റുള്ള സ്ഥലത്ത് പോയി പിന്നെയും കഴിക്കാമല്ലോ. നമ്മൾ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഉസ്താദ് ഹോട്ടൽ, കാരണം ഭയങ്കര എനിക്ക് പേഴ്സണലി, എനിക്കും അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്ക് പേഴ്സണലി ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം നല്ല ഫുഡാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. അവിടെ നിന്ന് തന്നെ അവർ പിടിച്ച് അവിടെ നിന്ന് തന്നെ അവർ എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സംഭവമാണ്. അവിടുത്തെ മസാലയാണെങ്കിലും അവിടുത്തെ നീറ്റാണെങ്കിലും ക്ലീനാണ് എല്ലാം. നല്ല കിച്ചണൊക്കെ കണ്ടതല്ലേ നിങ്ങൾ, നല്ല അവിടുത്തെ, പിന്നെ അവിടെ ഉള്ളവരുടെ പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം നല്ല കേട്ടോ. കാരണം എല്ലാം നല്ല ഇതാണ്. മാത്തുവിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഉരുളയൊക്കെ കൊടുത്തിട്ടുണ്ട് അമ്മ. അപ്പോൾ അച്ഛനും അമ്മയും ഗൗരി അങ്ങനെ മീൻ അധികം കഴിക്കില്ല. ഗൗരി ഇത് സൈഡിൽ ഇരുന്ന് ഉടായ്പ കാണിക്കുന്നുണ്ട്. ഗൗരിയാണ് ഞങ്ങളുടെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. ഗൗരി മിക്കവാറും ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗൗരിയാണ് ഞങ്ങളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കൂടുതലും എടുക്കുന്നത്. അവൾ +1-നാണ് പഠിക്കുന്നത്. ഇപ്പോൾ എക്സാമൊക്കെ നടക്കുന്നതുകൊണ്ട് എക്സാമിനും പോകണം ആൾക്ക്. പിന്നെ ചേച്ചിയുടെ ബർത്ത്ഡേ, ചേച്ചിയല്ല നാത്തൂനാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടെ ആൾ വൈബടിച്ച് നടക്കുകയാണ്. അവൾക്കും ഇതൊക്കെയാണ് ഇഷ്ടം, ഇങ്ങനെ ഡാൻസും വീഡിയോസും. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ, എൻ്റെ കൂടെയും അവളുടെ കൂടെ മാത്തുവിൻ്റെ കൂടെയൊക്കെ ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അമ്മയുടെ ഫേവറേറ്റ്. അമ്മ മീനിൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടൂല കേട്ടോ. കാരണം അമ്മയും മീൻ തലയായിട്ട് ഭയങ്കര കണക്ഷനാണ്. അത് അച്ഛനും എപ്പോഴും പറയും. പിന്നെ നല്ല ഫുഡായിരുന്നു. ഗൗരിയെ കഴിച്ച്. ഗൗരി അങ്ങനെ അധികം കഴിച്ചൊന്നുമില്ല. മാത്തും അങ്ങനെ ഒത്തിരിയൊന്നും കഴിച്ചില്ല. മാത്തു കൊഞ്ചും കണവയൊന്നും അങ്ങനെ അധികം കഴിക്കാറില്ല. അവർ നെമ്മീനും ഹമൂറും ഒക്കെയാണ് കഴിച്ചത്. പിന്നെ അച്ഛൻ്റെ ഫേവറേറ്റാണ്, എൻ്റെയും ഫേവറേറ്റാണ് കൊഞ്ച്, കണവ, ഞണ്ട്, അങ്ങനെ സാധനങ്ങൾ. ഇതാണ് നമ്മുടെ ഷംനാദ് ഏട്ടൻ, ഉസ്താദ് ഹോട്ടലിൻ്റെ ഓണർ ഷംനാദ് ഏട്ടനെ കുറിച്ച് പറയാം. ഷംനാദ് ഏട്ടനും ഒരു ആർട്ടിസ്റ്റാണ്. ഷംനാദ് ഏട്ടൻ ഡാൻസറൊക്കെ ആയിരുന്നു. പിന്നെ പുള്ളി ദുബായിലും ഒക്കെയാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ഫീൽഡൊക്കെ ആയിട്ട് ഞാനും ഷെഫും ഡാൻസറും ഒക്കെ ആയതുകൊണ്ട് പുള്ളി നമ്മളൊരു കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുള്ളിയുടെ പുതിയ ബിൽഡിംഗ് ആണത്. കാരണം തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഇപ്പുറത്തെ സൈഡിലോട്ട് സ്ഥലം എടുത്തിട്ട് ഒരു 2 നില ബിൽഡിംഗ് കെട്ടുന്നുണ്ട്. അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ നവംബറോട് കൂടി അതെല്ലാം റെഡിയാവും.
ഞങ്ങൾ കഴിച്ചത് ഇത്രയും ഫുഡാണ്. 2520 രൂപയാണ് ആയത്. അത് വർത്താണ്. അവിടെ പോയി കഴിക്കുന്നവർക്ക് അത് മനസ്സിലാവും. ഞാനിതാ സുലൈമാനിയായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ ആദ്യം വന്നപ്പോൾ തന്നെ ഒരു സുലൈമാനി കുടിച്ചു, വെയിറ്റ് ചെയ്ത സമയത്ത് കുടിച്ചു. പിന്നെ ഇത് ആഹാരം കഴിച്ചതിന് ശേഷം ഒരു സുലൈമാനി, കാരണം മിൻ്റൊക്കെ ഇട്ട് പുതിനയിലേക്ക് ഇട്ടിട്ടുള്ളൊരു സുലൈമാനിയാണ്. അത് കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസമൊക്കെ കിട്ടും. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ ഷംനാഥേട്ടൻ തന്നെ കഴിച്ച മീനിൻ്റെ തലയാണ് ഇതെല്ലാം. അതിൻ്റെ ഫോസിലാണ്. അത് എന്തോ പുതിയ ബിൽഡിംഗ് വരുമ്പോൾ അവിടെ എന്തോ വയ്ക്കാനുള്ള പരിപാടിയാണ്. അവരുടെ തന്നെ കടയാണ് കേട്ടോ ഇത്. ഉസ്താദ് ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ അവിടെ ഈ ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും എല്ലാം ഉണ്ട്, ജ്യൂസും പൈനാപ്പിളും അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഫുഡെല്ലാം കഴിച്ചു, നല്ല അടിപൊളിയായി, എല്ലാവരും ഹാപ്പിയായി. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മാനവീയത്തിലാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് അവിടെ. പക്ഷേ മാത്തുവിന് അത് അറിയില്ല മാനവീയത്തിലാണ് പോകുന്നതെന്നുള്ളത്. ഞങ്ങളത് മാനവീയത്തിൽ എത്തിയിട്ടുണ്ട്. ആ വരുന്ന വഴിക്ക് ഞങ്ങൾ കേക്ക് എടുത്തായിരുന്നു. കാരണം മാത്തു അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വീഡിയോ എടുക്കാതിരുന്നത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് നിഷ, പുള്ളിക്കാരി ഹോം ബേക്കറാണ്. നന്ദാസ് ഡിലൈറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു കേക്കിൻ്റെ ഇതൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ടുസീക്കോ എന്ന് പറഞ്ഞിട്ട് പട്ടത്ത് മരപ്പാലം റോഡിൽ അവിടെ ഒരു പിസ്സ, ബർഗർ, പിന്നെ എന്താ പറയുക ഷവർമ, ബോബ കോഫി, ബബിൾ കോഫി അങ്ങനത്തെ ഇതൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് അവർക്ക്. ടുസീക്ക് ഇപ്പോൾ തുടങ്ങിയതാണ്. നിഷയും സുനിച്ചേട്ടനും കൂടെ, നിഷയുടെ ഹസ്ബൻഡും കൂടെ തുടങ്ങി. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ പോയി കേക്ക് എടുത്തത്. അപ്പം മാത്തു അത് കണ്ടിട്ടില്ല. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ നേരെ അവിടെ നിന്ന് കേക്ക് എടുത്ത് ഞങ്ങൾ വണ്ടിയിൽ വെച്ച് നേരെ മാത്തുമായിട്ട് നമ്മൾ മാനവീയത്ത് വന്നു. മാനവീയത്ത് വന്നപ്പോഴത്തേക്കാണ് മാത്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേക്ക് കട്ടിക്കുക എന്നുള്ളത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, സർപ്രൈസ്ഡാണ്, ഷോക്ക്ഡാണ്. ആ സന്തോഷമൊക്കെ മുഖത്തുണ്ട്. കാരണം മാത്തുവിൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. സന്തോഷത്തിലാണ്. ഞങ്ങളും ഹാപ്പിയാണ്, അമ്മയും അച്ഛനും എല്ലാവരും. ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കളർ ബോംബാണ്. അത് ഞങ്ങളുടെ തന്നെ കടയിൽ നിന്ന് എടുത്തതാണ്. അത് മാനവീയത്തിലായതുകൊണ്ട്, കാരണം നമുക്ക് പുറത്ത് ഈ പടക്കം അങ്ങനെ സൗണ്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, പബ്ലിക്കല്ലേ. അപ്പം അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതാകുമ്പോൾ സൗണ്ടൊന്നുമില്ല, ആ കളറിൻ്റെ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല രസമായിരുന്നു. ആൾക്കാരെല്ലാം നമ്മളെ തന്നെയാണ് നോക്കുന്നത്. പോലീസൊക്കെ ഉണ്ട്. നല്ല സേഫ് ആൻഡ് സെക്യൂറാണ് ഇപ്പോൾ മാനവീയം. അപ്പോൾ മാത്തു അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നു. സന്തോഷമായിട്ട് ആ അമ്മയ്ക്കും മാത്തുവിനും എല്ലാവർക്കും ആ ഒരു സന്തോഷമൊക്കെ മനസ്സിൽ കാണുന്നുണ്ട് കേട്ടോ. ഗൗരി അടുത്തത് പൊട്ടി. കാരണം ഞാനും ഗൗരിയും കൂടെ ഒരുമിച്ചാണ് ഇത് പൊട്ടിച്ചത് രണ്ടും കൂടി. പക്ഷേ ഗൗരിയുടെ ആ സമയത്ത് അത് കത്തിയില്ല, എൻ്റെത് മാത്രമേ കത്തിയുള്ളൂ. ഇപ്പോൾ രണ്ടാമത് ഗൗരി കത്തിച്ചുകൊണ്ട് ഓടുവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് എനിക്ക് വേണ്ടിയിട്ട് മാത്തു വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനെ അച്ഛന് ക്യാമറ കൈമാറിയിട്ട് പോവുകയാണ് കേക്ക് മേടിക്കാൻ. നല്ലൊരു ദിവസമായിരുന്നു നമ്മുടെ ഇന്നത്തെ. കാരണം ഞങ്ങളിങ്ങനെ ഒരു ഫാമിലി വ്ളോഗ് എടുക്കണമെന്ന് ഇപ്പം കുറച്ചായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ നേരെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാമിലി വ്ളോഗ് ഇടുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ അതേ വൈബിലുള്ള ഒരാളാണല്ലോ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആളും ഇതിനൊക്കെ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കും സന്തോഷം, അവൾക്ക് സന്തോഷമാണല്ലോ നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. അപ്പം നമ്മുടെ നല്ല നല്ല സന്തോഷ നിമിഷങ്ങളും ഒക്കെ ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ ഇടണമെന്നാണ് ആഗ്രഹം. അപ്പോൾ കാണുന്നവരൊക്കെ വീഡിയോസൊക്കെ കണ്ട് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ നല്ല നല്ല വീഡിയോസൊക്കെ ഞങ്ങൾ ഇടും. ഞങ്ങളുടെ ട്രാവലിംഗ് വീഡിയോസും അമ്മയുടെ പാചകവും പിന്നെ ഞങ്ങളെ ഇടയ്ക്കുള്ള ഡാൻസും പിന്നെ കുറച്ച് കോമഡി അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞു. അമ്മ മാത്തുവിന് അച്ഛനും അമ്മയും കൂടെ ഒരു സെക്കൻഡ് സ്റ്റഡൊക്കെ കൊടുത്തായിരുന്നു ഗിഫ്റ്റ്. പിന്നെ ഒരു ഫോട്ടോ സെഷൻ, അത് പതിവാണല്ലോ.